ലൈംഗികാതിക്രമ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. MLAയ്ക്ക് വേണ്ടി 6ാം ദിവസവും തെരച്ചിൽ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെയാണ് ഏറ്റവും വിവാദമായ ആ ചുവന്ന പോളോ കാറും സിനിമ സുഹൃത്തും. അതാരാണ് എന്നുള്ള ചോദ്യം ഉയരുന്നു. എന്നാൽ അതിനിടയിൽ ഇതിലെ കണ്ടുപിടുത്തവുമായി സൈബറിടത്ത് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അതിൽ പ്രമുഖരായ CPM സൈബർ സഖാക്കളും അതുപോലെ തന്നെ BJP പ്രതിനിധികളും ഒക്കെ തന്നെ ഉൾപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് നടിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തുമായിട്ടുള്ള തൻവി റാമിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൻവിയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലടക്കം അറപ്പും വെറുപ്പും നിറയുന്ന അതിരൂക്ഷമായ കമൻറ്റുകൾ തന്നെയാണ് നിരവധി ആളുകൾ ഇതിനോടൊക്കെ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, തൻവിയുടെ കട്ടിലിനടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ചിരിക്കുന്നു എന്ന ഏറ്റവും മ്ലേച്ഛകരമായ കമൻ്റ് അടക്കം അതിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണോ അതിജീവിതയ്ക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം നടന്നത്, സമാനമായ രീതിയിൽ തന്നെയാണ് നടിയും സമൂഹത്തിൽ നല്ല രീതിയിൽ മാന്യതയോടുകൂടി ജീവിക്കുന്ന ഒരു യുവതിക്കെതിരെ ഇത്തരത്തിൽ അശ്ലീല ചുവയുള്ള സംസാരങ്ങളുമായി ഭാഷ്യങ്ങളുമായി നിരവധി ആളുകൾ സൈബറിടത്ത് വിലസുന്നത്. ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ രാഹുലിൻ്റെ സുഹൃത്തായ സിനിമാ താരത്തിൻ്റെ ചുവന്ന പോളോ കാറിൽ കടന്നതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടപടികൾ പോലീസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. സുപ്രധാനമായ ചില നീക്കം ആരംഭിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതിലൂടെ ലഭിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിജീവിത മുഖ്യമന്ത്രിക്ക് എന്നാണോ പരാതി കൊടുത്തത് അതിന് തൊട്ട് പിറകെ രാഹുൽ ഒളിവിൽ പോയിരുന്നു. അതിജീവിത മുഖ്യമന്ത്രിയെ കാണാൻ പോയ സമയത്ത് പാലക്കാട് കണ്ണാടിയിൽ വെച്ചൊരു പ്രചാരണ പരിപാടിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത്. എന്നാൽ പരാതി കൊടുത്തുവെന്നറിഞ്ഞതോടെ ഒരു ചുവന്ന പോളോ കാറിൽ അവിടെ നിന്നും കയറിപ്പോയി. അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും അത് വ്യക്തമായി. അങ്ങനെയാണ് രാഹുലിൻ്റെ സുഹൃത്തായ സിനിമാ നടിയിലേക്ക് ഈ ആക്ഷേപം ഉയരുന്നത്. തനിക്കെതിരെ അതിജീവിത പരാതി കൊടുക്കുമെന്ന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് കൃത്യമായി തൻ്റെ സ്വകാര്യ വാഹനമോ ഔദ്യോഗിക വാഹനമോ ഒന്നും തന്നെ എടുക്കാതെ രാഹുൽ മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടതായി സംശയിക്കുന്നത്. കാർ തലേ ദിവസം പാലക്കാട്ടേക്ക് അതിവിദഗ്ധമായി എത്തിച്ചുവെന്നും നടിയുടേതാണ് ഈ ചുവന്ന കാറെന്നുമാണ് നിലവിൽ പുറത്തു വരുന്ന സൂചനയും. എന്നാൽ ഇതിന് പിന്നാലെയാണ് തൻവിയുടെ ചിത്രമടക്കം ചുവന്ന പോളോ കാർ അടക്കം രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളടക്കം പലരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പോലീസിന് കിട്ടിയ നിർണായക വിവരത്തിലൂടെയാണ് കാർ സഞ്ചരിച്ച വഴി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി പോരുന്നത്. ഏത് സാഹചര്യത്തിലാണ് കാർ രാഹുലിന് കൈമാറിയത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കുക. ഒരു നടിയാണ് ഈ കാറിൻ്റെ ഉടമസ്ഥയെന്ന് അനുമാനങ്ങളുണ്ട്. നടിയോട് അനൗദ്യോഗികമായി ആദ്യം വിവരം തേടിയിരുന്നു. ഇനി നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഇതേ കാർ തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പാലക്കാട് നിന്നും പോകും മുൻപ് രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടവരെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരാതിക്കാരിയായ യുവതിയുടെ സഹപ്രവർത്തകരിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. രാഹുലുമായി ആരൊക്കെ ബന്ധമുണ്ട് അവരെയൊക്കെ തന്നെ വിളിച്ചു വരുത്തുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട നടിമാരാരൊക്കെ എന്ന ചോദ്യം ഇതിനു മുൻപേ തന്നെ ഉയർത്തിയിരുന്നു. ഈ അടുത്ത കാലത്തായി 2 നടിമാരായിരുന്നു രാഹുലിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചിരുന്ന വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിനെത്തിയത്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് തൻവിയെയും ഇരയാക്കി മാറ്റിയത്. ചടങ്ങിന് ഈ നടിമാരൊക്കെ എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നതും സൗഹൃദ സംഭാഷണം പങ്കിടുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം പോസ്റ്റ് ചെയ്തിരുന്നു. അതും ഏറെ വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു. അതിനിടയിലാണ് നടി കേരളത്തിന് പുറത്തൊരു ഷൂട്ടിങ്ങിലാണെന്നും വിളിച്ചു വരുത്താനായി ബുദ്ധിമുട്ടുണ്ടെന്നും ഒരുപക്ഷെ ആ യാത്രയ്ക്ക് പോയപ്പോൾ അതിനൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും യാത്ര ചെയ്തിരിക്കാമെന്നുള്ള അനുമാനമടക്കം ഉയർന്നു കേൾക്കുന്നത്. കേരളത്തിന് പുറത്തൊരു കർണാടകയിലെ ബീച്ച് ലൊക്കേഷനിലാണ് നടിയുടെ സിനിമ ഷൂട്ടിംഗ്. പോലീസ് അവിടേക്കെത്തി കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യത കൂടുതലാണ്. നടിയാകട്ടെ നിയമപരമായി കസ്റ്റഡിയിലെടുക്കാനായി സാധിക്കില്ല. പല പരിമിതികളും നിലനിൽക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ രാഹുലിന് കാർ നൽകിയെന്ന് നടി അനൗദ്യോഗികമായി മൊഴി നൽകിയെന്നാണ് സൂചനയുള്ളത്. അങ്ങനെയെങ്കിൽ പോലും പോലീസിന് മറ്റു രീതിയിലേക്ക് കടക്കാനായി സാധിക്കില്ല. ആ കാർ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മുങ്ങിയാൽ താൻ എന്ത് ചെയ്യും എന്നതാണ് നടി ചോദ്യമായി ഉന്നയിക്കുന്നത്. അതായത് ആ കാർ ഇപ്പോൾ എവിടെ എന്നത് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലാത്ത പക്ഷം നടിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നതിൽ പോലും പലതരത്തിലുള്ള നിയമക്കുരുക്കുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇതോടെയാണ് രക്ഷപ്പെടാൻ വേണ്ടി കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഇരയെ സഹായിക്കാൻ എന്ന വ്യാജേനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ബന്ധപ്പെട്ടവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനിയുള്ള നടപടികൾ വളരെ രഹസ്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കാരണം ഉന്നത വൃത്തങ്ങളിൽ നിന്നും ഈ വിവരം ചോർന്നു പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒളിവിൽ പോയി ഒരാഴ്ചയോളം
പിന്നിടുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ എത്തും പിടിയുമില്ലാതെ ഒരു തുമ്പും കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോലീസ് വലയുകയാണ്. മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് യുവതി പരാതി കൊടുക്കാനെത്തിയത്. അന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടച്ചൂടിലായിരുന്നു, അതിൻ്റെ പ്രചാരണ വേളയിലായിരുന്നു രാഹുൽ ഉണ്ടായത്. അപ്പോഴാണ് രാഹുൽ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി കാറ് ഫ്ളാറ്റിലിട്ട് മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടു പോയതായി പോലീസും പറയുന്നത്. രാഹുലിൻ്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി തന്നെ ഇത്രയും കാലയളവിൽ പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റിലേക്ക് കടക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പരാതി കിട്ടിയപ്പോഴും അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും പോലീസിന് സംശയമുണ്ടായിരുന്നു. രാഹുലിൻ്റെ അഭിഭാഷകന്റെ വാദം ശരിയാണെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെത്തി വക്കാലത്തൊപ്പിട്ട് മടങ്ങിപ്പോയത്. പക്ഷേ ഇത് പോലീസ് സമ്മതിക്കുന്നില്ല. തിരുവനന്തപുരത്ത് രാഹുൽ എത്തിയിട്ടേയില്ല എന്നാണ് പോലീസിന്റെ ഭാഷ്യം. അങ്ങനെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും കാലെടുത്ത് വെച്ചിരുന്നെങ്കിൽ തങ്ങൾ അറിഞ്ഞേനെ, തങ്ങൾ അപ്പോൾ തന്നെ പൂട്ടിയേനെ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വഞ്ചിയൂരിൽ ഒരു കാരണവശാലും രാഹുലിന് എത്താൻ പോലും സാധിക്കില്ല എന്നാണ് പറയുന്നത്. അന്വേഷണ വിവരങ്ങൾ അങ്ങനെ പോലീസിൽ നിന്നും ചോരുന്നു എന്നത് വളരെ പരസ്യമായ രഹസ്യം തന്നെയാണ്. വളരെ ആസൂത്രിതമായി രാഹുലിനെ മുങ്ങാൻ സഹായിച്ചതും ഈ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കും. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പലയിടത്തുമായി രാഹുലിൻ്റെ ഫോൺ ഓണായത് അതൊരു പക്ഷേ പോലീസിനെ കബളിപ്പിക്കാനായിട്ടുള്ള ഒരു അതിബുദ്ധിയായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഫ്ളാറ്റിൽ വന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെയും കിട്ടിയിട്ടില്ല. CCTV ഉള്ള റോഡുകൾ ഒഴിവാക്കി ഒരുപക്ഷെ രാഹുൽ യാത്ര ചെയ്തിരിക്കുമെന്നാണ് പോലീസിൻ്റെ അനുമാനം. അതുകൂടാതെ ഏറ്റവും നിർണായകമായ പാലക്കാട് രാഹുലിൻ്റെ ഫ്ളാറ്റിലെ ദൃശ്യങ്ങൾ അതൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. DVR SIT എന്തായിരുന്നാലും കസ്റ്റഡിയിലെടുത്തു. ഇനി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്തെടുക്കാനായുള്ള സംവിധാനമുണ്ട്. കെയർടേക്കറെ സ്വാധീനിച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുമെന്ന സംശയത്തിലേക്കാണ് കടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ല വിട്ടത് പോലീസിനെ എത്രത്തോളം കബളിപ്പിച്ചുകൊണ്ടാണ് അതിവിദഗ്ധമായി എന്ന് പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം എന്തായിരുന്നാലും ഊർജിതമാക്കി ഓരോ ജില്ലകളിലും പ്രത്യേക അന്വേഷണ സംഘങ്ങളെ പോലീസ് നിയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. രാഹുലുമായി ബന്ധമുള്ള പലരെയും ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ ബുധനാഴ്ചയാണ് കോടതി പരിഗണിക്കാനായിരിക്കുന്നത്. ജാമ്യാപേക്ഷ പരിഗണനയിലിരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്ന് പോലീസിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ നിലവിൽ ഒളിവിലായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുലിനെ പിടികൂടാനുള്ള ഊർജിത ശ്രമം തന്നെയാണ് പോലീസിനുള്ളത്. പിടികൂടിയില്ല എങ്കിൽ അതിനു മുന്നേ ജാമ്യം ലഭിച്ചാൽ പോലീസിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തിരുവനന്തപുരത്ത് എത്തിയില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് തറപ്പിച്ച് പോലീസ് പറയുന്നത്. അതായത് രാഹുൽ ഒളിവിലാണ് എന്ന രീതിയിലൊരു ഇമേജ് അത് തന്നെയാണ് പോലീസ് നിലനിർത്തുന്നത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് രാഹുൽ ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷണം നടക്കുന്നു, ഒരു കാരണവശാലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന നിലപാടിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്.